പഴമയുടെ രുചിയുള്ള അരിയിരപ്പമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. പണ്ടുകാലം മുതൽക്കേയുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മധുര പലഹാരമാണിത്. പക്ഷെ ഇന്നും ഇത് ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവും തോന്നുന്നില്ല, അത്രയ്ക്കും രുചിയാണ് ഇതിന്. ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച വരെയൊക്കെ സൂക്ഷിച്ചു വെക്കാൻ കഴിയും, കേടാവില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ ഇതിന് അരിയിരപ്പം എന്നല്ല അരിതരം എന്നാണ് പറയുന്നത്. അരിതരം അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. പൊതുവെ ഇതിനെല്ലാവരും അരിയിരപ്പം എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്, മനസ്സിലാവാണ്ടിരിക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷെ എൻ്റെ നാവിൽ ഇതിന് അരിതരം എന്ന് മാത്രമേ വരുള്ളൂ, നമ്മൾ അങ്ങനെയാണ് സ്ഥിരമായിട്ട് പറയുന്നത്. അപ്പോൾ ഈ അരിതരം എങ്ങനെയാണ് നല്ല ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അരി ഒന്ന് കുതിർത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് പുഴുങ്ങലരിയാണ് ആദ്യം ഞാൻ ഈ ബൗളിലേക്ക് ഇടുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന സാധാരണ പുഴുങ്ങലരിയാണ്. ഇത് കണ്ടില്ലേ, കുറച്ച് നീളത്തോടെയുള്ള പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സാധാരണ അരിയാണിത്. കുറവ് അരിയൊന്നും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കരുത്, ഈ സാധാരണ പുഴുങ്ങലരി മാത്രം ഉപയോഗിക്കുക. അപ്പോൾ ഇത് 1.5 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് 1.5 കപ്പ് പച്ചരിയും കൂടി ചേർത്ത് കൊടുക്കാം. രണ്ടും ഒരേ അളവിലാണ് എടുക്കേണ്ടത്. 1.5 കപ്പ് പുഴുങ്ങലരി ആണെങ്കിൽ 1.5 കപ്പ് പച്ചരി എടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു വെക്കുക. എന്നിട്ട് നമുക്ക് കുറഞ്ഞതൊരു 3 മണിക്കൂറെങ്കിലും ഇത് നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കണം. ഇതിൽ പുഴുങ്ങലരി ചേർത്തതുകൊണ്ട് ഇത് കുതിർന്ന് വരാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. കുറഞ്ഞത് 3 മണിക്കൂറെങ്കിലും വേണ്ടി വരും. ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം. അപ്പോൾ നമ്മൾ ഈ അരി കുതിർത്ത് വെച്ചിട്ട് 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരി ഒന്നുകൂടി ഒന്ന് കഴുകിയെടുക്കാം. നമ്മൾ നേരത്തെ കഴുകിയതാണ്, എന്നാലും 1-2 പ്രാവശ്യം കൂടി ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയതിന് ശേഷം ഈ അരി ഇതുപോലെ ഒരു സ്ട്രെയിനറിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 15-20 മിനിറ്റ് വരെ ഇങ്ങനെ വെക്കുക. അപ്പോഴേക്കും ഇതിൽ വെള്ളമൊക്കെ അങ്ങ് വാർന്ന് പോയിക്കോളും. നമ്മൾ പൊടിക്കുന്ന സമയത്ത് ഇതിലൊട്ടും വെള്ളം ഉണ്ടാവരുത്. ഒരു 15 മിനിറ്റൊക്കെ വെച്ചാൽ മതിയാവും. ഇപ്പം ഇതിൽ വെള്ളമൊക്കെ മുഴുവൻ താഴേക്ക് പോയിട്ടുണ്ട്, അരിയിലൊട്ടും വെള്ളമൊന്നുമില്ല. അരി നല്ലോണം ഉണങ്ങി കിട്ടുമൊന്നും വേണ്ട, ഇതിൽ വെള്ളം മുഴുവനും ഒന്ന് വാർന്നു പോയി കഴിഞ്ഞാൽ മാത്രം മതി. കുറേയൊന്നും അങ്ങ് ഉണങ്ങാനൊന്നും നിൽക്കണ്ട. ഇനി നമുക്ക് ഈ അരി കുറച്ചായിട്ട് ഒരു മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. മുഴുവനും ഒരുമിച്ച് പൊടിക്കാൻ പറ്റില്ല, 2-3 പ്രാവശ്യമായിട്ട് പൊടിക്കാം. അപ്പോൾ അരി ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചെറിയ തരികളോട് കൂടിയിട്ടാണ് പൊടിച്ചിട്ടുള്ളത്. പുട്ടുപൊടി പോലെയൊന്നല്ല, അത്രയും തരികൾ ഉണ്ടാവാൻ പാടില്ല, എന്നാലും ചെറിയ തരികൾ ഉണ്ടാവുന്നത് നല്ലതാണ്. ഫൈൻ പൗഡറായിട്ട് പൊടിക്കണ്ട. പൊടിച്ചെടുത്ത അരി നമുക്ക് കുറച്ച് വലിയൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ബാക്കിയുള്ള അരി മുഴുവനും നമുക്ക് ഇതേപോലെ പൊടിച്ചെടുക്കാം. അരി മുഴുവനും പൊടിച്ച് പൗഡറാക്കിയിട്ട് ഈ ബൗളിലേക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ശർക്കരയാണ്, അതായത് വെല്ലം. അപ്പോൾ നമ്മളെടുത്ത ഈ അളവ് അരിക്ക് വേണ്ടത് 1/2 കിലോഗ്രാം വെല്ലമാണ്. കറക്റ്റ് അളവാണ് കേട്ടോ, മധുരം ഒട്ടും കുറയുമില്ല കൂടുമില്ല. ഇത്രയും ഈ 3 കപ്പ് അരിക്ക് നമുക്ക് വേണ്ടത് 1/2 കിലോഗ്രാം ശർക്കരയാണ്. ശർക്കര ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സിയിലിട്ട് അരക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിരിക്കുന്നത്. നമ്മൾ വെളുത്തുള്ളി ഇടിക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് വെച്ചിട്ടൊന്ന് ഇടിച്ചെടുത്താൽ മതി. അതിനുശേഷം ഈ ശർക്കരയിൽ നിന്നും പകുതി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. മുഴുവനും നമുക്ക് ഒരുമിച്ച് അരക്കാൻ കഴിയില്ല. പകുതി മിക്സിയിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ആദ്യം 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇത്രയും അളവായിരിക്കും 1.5 കപ്പ് തേങ്ങയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം 1 കപ്പ് ഈ ശർക്കരയിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ മതി, ഞാൻ അതിൽ കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സവാളയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകമാണ് ചേർക്കേണ്ടത്, അതായത് വലിയ ജീരകം. അത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഒരു 1.5 ടീസ്പൂൺ വരെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർക്കാം. ശർക്കരയിൽ കുറച്ച് ഉപ്പുണ്ടാവും, അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരച്ചെടുത്ത പേസ്റ്റ് നമുക്ക് അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ബാക്കി വെച്ച പകുതി ശർക്കര മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ ബാക്കി വെച്ച 1/2 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി സവാളയും പെരിഞ്ജീരകവും ചേർക്കേണ്ട ആവശ്യമില്ല, മുഴുവനും നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട്. ഇത് രണ്ടും മാത്രം നമുക്ക് വീണ്ടും അരച്ചെടുക്കാം. എന്നിട്ട് അതും ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം മുഴുവനും ചേർക്കണം എന്നില്ല, ചിലപ്പോൾ ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ രണ്ടാമത് അരച്ചത് ആദ്യം പകുതി മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ മാത്രം ബാക്കി പകുതി ചേർത്താൽ മതി, കാരണം കുഴക്കുന്ന സമയത്ത് ചിലപ്പോൾ ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. ഇനി അഥവാ നിങ്ങൾ മുഴുവൻ ചേർത്തിട്ട് ലൂസായി പോവുകയാണെങ്കിൽ കുറച്ച് പത്തലിൻ്റെ പൊടി അല്ലെങ്കിൽ പത്തിരിപ്പൊടി ചേർത്തിട്ട് ഒന്ന് ടൈറ്റാക്കി എടുത്താലും മതിയാവും.
ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കൈവച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് കൂടുതൽ ടൈറ്റായി പോകാനും പാടില്ല, അപ്പോഴും അപ്പം നന്നായി കിട്ടില്ല, ഉള്ളൊന്നും വെന്ത് കിട്ടില്ല. അപ്പോൾ കുറച്ചൊന്ന് ലൂസായിട്ട് തന്നെ ഇരിക്കണം. നമുക്ക് പരത്താൻ പറ്റുന്ന ഒരു പാകത്തിൽ അത്രയും മാത്രം ടൈറ്റായിട്ട് ഇരുന്നാൽ മതി. കൂടുതൽ ടൈറ്റായി കഴിഞ്ഞാൽ അപ്പോൾ ഒട്ടും നന്നാവില്ല, ഉള്ളൊന്നും വേവാതെ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല പാകത്തിലാണ് ഇത് ഇരിക്കുന്നത്. ഇതുപോലെ നമുക്കൊന്ന് ഉരുട്ടിയിട്ട് പരത്താൻ പറ്റണം, അത്രയും മാത്രം ടൈറ്റായിട്ട് ഇരിക്കുക. ഇത് കണ്ടില്ലേ, നല്ല ലൂസായിട്ടാണ് ഇതിപ്പോൾ ഇരിക്കുന്നത്, പക്ഷെ നമുക്ക് പരത്താൻ പറ്റുന്നുണ്ട്. ആ ഒരു പാകത്തിലാക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുന്ന സമയം കൊണ്ട് നമുക്കിത് പരത്തിയെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു വാഴയിലയാണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഏതിലാണോ സാധാരണ പത്തിരിയൊക്കെ പരത്തുന്നത് അതെടുക്കുക. പിന്നെ അല്പം ഓയിലും കൂടി ഒരു ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വാഴയിലയിൽ കുറച്ച് ഇതുപോലെ എണ്ണ തടവി കൊടുക്കുക. അതിനുശേഷം നമുക്ക് എത്ര വലുപ്പത്തിലാണ് വേണ്ടത് അതിനനുസരിച്ച് കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു നെയ്പ്പത്തലിനൊക്കെ എടുക്കുന്ന അത്രയും അളവിൽ മാവ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ വാഴയിലയിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ പരത്തുന്ന സമയത്ത് നേരിയതായി പോവരുത്. നമ്മുടെ നെയ്പ്പത്തലിൻ്റെയൊക്കെ ഒരു വണ്ണുണ്ടല്ലോ, ആ ഒരു വണ്ണത്തിൽ പരത്തിയെടുക്കാം, ഒട്ടും നേരിയതാവരുത്. നെയ്പ്പത്തലിന് പരത്തുന്ന അതേ വണ്ണത്തിലൊന്ന് പരത്തുക. എന്നിട്ട് നടുക്ക് നമുക്ക് ഇതേപോലെ ഒരു വലിയ ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. ഇതാണ് നമ്മുടെ ഈ അരിയപ്പത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്കിനി ഇലയിൽ നിന്ന് എടുത്തിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഇത് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ ഫ്ലെയിം കുറച്ച് കഴിഞ്ഞാൽ ഈ അപ്പം എന്താ പറയുക, ഭയങ്കര ഹാർഡായതുപോലെ ഉണ്ടാവും, മുകളിലൊക്കെ വെണ്ട് കയറിയിട്ട് ഹാർഡായി പോയതുപോലെ ഉണ്ടാവും. അതുകൊണ്ട് ഒരു അല്പം ഫ്ലെയിം കൂട്ടിയിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, എങ്കിലേ അപ്പം നന്നായി കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ അപ്പത്തിൻ്റെ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗവും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അപ്പത്തിൻ്റെ രണ്ട് വശവും നന്നായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞു. നല്ല ഡാർക്ക് കളറായി വന്നിട്ടുണ്ട്. ശർക്കര ചേർത്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ലൊരു കളറ് കിട്ടുന്നത്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്യുന്ന പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്കിത് 3 എണ്ണോ 4 എണ്ണോ ഒക്കെ ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ ഈ വാഴയിലയിൽ 3 അപ്പം ഒരുമിച്ച് പരത്തി വെച്ചിട്ടുണ്ട്. ഇത് 3 നമുക്ക് ഒരുമിച്ച് ഫ്രൈ ചെയ്യാം. നേരത്തെ ഉണ്ടാക്കിയതിനേക്കാളും ഒരല്പം ചെറുതായിട്ടാണ് ഇപ്പോൾ പരത്തിയിരിക്കുന്നത്. 3 എണ്ണം ഒരുമിച്ച് ഇടാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജോലി എളുപ്പത്തിൽ തീരും. 3 എണ്ണോ 4 എണ്ണോ ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഒരുമിച്ച്. അപ്പോൾ രണ്ടാമതിട്ട അപ്പവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ മുഴുവനും ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ അരിതരം മുഴുവനും ഇവിടെ ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും അളവ് മാവ് വെച്ചിട്ട് ഈ ഒരു വലുപ്പത്തിലുള്ള അപ്പം എനിക്ക് 34 എണ്ണമാണ് കിട്ടിയത്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി അപ്പമാണ്. ഞാൻ ഈ കാണിച്ച അതേ മെഷർമെൻറ്റിൽ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്കിത് ഉണ്ടാക്കാം. മധുരമൊക്കെ നല്ല പാകത്തിലാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മളിത് ഉണ്ടാക്കിയ അന്നത്തേനേക്കാളും ടേസ്റ്റ് നമുക്ക് പിറ്റേ ദിവസമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പഴകും തോറും ടേസ്റ്റ് കൂടുന്ന ഒരു അപ്പാണിത്. പക്ഷെ എന്ന് വെച്ച് ഒരാഴ്ചയിൽ കൂടുതലൊന്നും ഇത് ഇരിക്കില്ല കേട്ടോ. മാക്സിമം ഒരാഴ്ച വരെ ഇത് നമുക്ക് പുറത്ത് സൂക്ഷിച്ച് വെക്കാൻ പറ്റുള്ളൂ. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ 2-3 ആഴ്ച വരെയൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. പക്ഷെ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ട് കഴിക്കാൻ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരാഴ്ച വരെ നമുക്കിത് പുറത്ത് വെച്ചിട്ട് ടേസ്റ്റി ആയിട്ട് കഴിക്കാം. പക്ഷെ ഇത് ചൂടോടുകൂടി കഴിക്കുന്നതിനേക്കാളും എപ്പോഴും നല്ലോണം തണുത്തതിന് ശേഷം കഴിക്കുന്നതാണ് ടേസ്റ്റ്. നമ്മൾ ഉണ്ടാക്കിയിട്ട് പിറ്റേന്നൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. എത്ര കഴിച്ചാലും മതിയാവില്ല. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നവർക്കൊക്കെ ഇത് അറിയായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ പഴയ കാലത്തെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതേപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. പിന്നെ നിങ്ങൾ കണ്ണൂർ കിച്ചൺ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ കാണുന്ന ഈ ചുവന്ന ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഇതുപോലെ ഒരു ബെല്ലൈക്കൺ വരും. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ 3 ഓപ്ഷൻ വരും. അതിൽ ഏറ്റവും മുകളിലുള്ള ഈ ഓൾ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.